പ്ലാനിങ് അതാണ് എൻ്റെ മെയിൻ. പ്ലാനിങ് മാത്രം ഡെയിലി നടക്കുന്നുണ്ട്, ഡെയിലി. പക്ഷെ ഒന്നും പഠിക്കുന്നില്ല. ഇങ്ങനൊരവസ്ഥ കൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത് കറക്റ്റ് സമയത്താണ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഇടയ്ക്ക് തിയറിയുടെ എക്സാം മുങ്ങിപ്പോകുന്ന പേടിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാക്ടിക്കൽ വലിയ പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രാക്ടിക്കൽ ഒന്നോ രണ്ടോ എണ്ണെങ്കിലും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത്ര ബുദ്ധിമുട്ടൊന്നുമല്ലേ പ്രാക്ടിക്കൽ. സത്യം പറഞ്ഞാൽ തലേന്ന് ഒറ്റ ദിവസത്തിൻ്റെ കാര്യമുള്ളൂ പ്രാക്ടിക്കൽ പഠിക്കാൻ. പക്ഷേ നിങ്ങൾ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചാനൽസിൽ എക്സാമിന് സൈലം, എജിപ്പോ, ടേഗൻ എല്ലാ ചാനൽസിലും സെക്കൻഡ് ടേം പോർഷൻസ് ഫോക്കസ് ചെയ്തിട്ട് അവർ ലൈവൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാതെ ഒരുപാട് സമയം കളയുന്നതിന് പകരം തിയറിക്ക് കൂടെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ മോഡൽ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രാക്ടിക്കലിൻ്റെ എല്ലാ വീഡിയോ ഇട്ട സമയത്തും അതിനകത്ത് ഞാൻ തിയറി പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് പേര് കമൻറ്റ് ഇട്ട കാര്യമാണ് എങ്ങനെയാണ് ഇത് രണ്ടുകൂടെ മാനേജ് ചെയ്യുന്നതെന്ന്. വൈ ഫിയർ വെൻ ഐ എം ഹിയർ? ഞാൻ പറഞ്ഞുതരാം. ഈ ഓരോ പ്രാക്ടിക്കൽ എക്സാം കഴിയുമ്പോഴും ഇഷ്ടംപോലെ ഗ്യാപ്പ് നമുക്ക് തിയറി പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ആ ദിവസങ്ങളിൽ സെക്കൻഡ് ടേമിൻ്റെ പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോകാം. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ട് നാളെ വൈകിട്ട് 5 മണിക്ക് ഞാൻ വരും. താങ്ക്